കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് 4 പേർ മരിച്ചതിൽ പ്രതിഷേധം ശക്തം. അപകടത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ബിജെപി അനിശ്ചിതകാല സമരം നടത്തുന്നു. മുൻ ഭരണസമിതിക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യം. പൊളിക്കാൻ നിശ്ചയിച്ച കെട്ടിടത്തിന് വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത് ഗുരുതര വീഴ്ചയാണ് എന്നാണ് സിപിഐയുടെ വിമർശനം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, 4 പേർക്ക് ജീവൻ നഷ്ടമായ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച വന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ സജീവമാകുന്നത്. പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് ബിജെപി അടക്കം ഇതിനോടകം കടന്നിട്ടുണ്ട്. എന്താണ് ഇന്ന് പ്രതിഷേധത്തിന്റെ സ്വഭാവം? ഏതു തരത്തിലായിരിക്കും? കോർപ്പറേഷൻ എന്തെങ്കിലും പുതിയ വിശദീകരണം നൽകുന്നുണ്ടോ അഭിജിത്ത് മുഴക്കുന്നു? ടി കെ കീർത്തന, ഗുഡ് മോർണിംഗ്. ഇതിൽ കോർപ്പറേഷന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. കാരണം 50 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കെട്ടിടം അതിപ്പോഴും പ്രവർത്തിക്കുന്നു. അവിടെ പുതിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നു, ലൈസൻസ് പുതുക്കി നൽകുന്നു. അങ്ങനെ ഒരു വീഴ്ച അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പ്രാഥമിക നോട്ടത്തിൽ തന്നെ കാലപ്പഴക്കം വന്ന കെട്ടിടമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആ കെട്ടിടത്തിലാണ് കഴിഞ്ഞ ദിവസം വരെ ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണിപ്പോൾ ഇത്തരം വലിയ ഒരു 4 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ അരങ്ങേറിയിരുന്നു. കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് BJPയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ വലിയ സമര പരമ്പര, പ്രതിഷേധ പരമ്പര തന്നെ നമ്മൾ ഇന്ന് കണ്ടു. ഇന്നും പ്രതിഷേധം കടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഉണ്ട്. അതിൽ മരിച്ചവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, ഇതിന് ഉത്തരവാദികളായ മേയർക്കും സെക്രട്ടറിക്കുമെതിരെ നരഹത്യക്ക് കേസെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് കൂടി BJP കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകളുടെ ഒക്കെ പ്രതിഷേധവും ഇന്ന് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുണ്ടാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇന്നലെ നൽകിയ വിശദീകരണത്തിൽ കവിഞ്ഞ് പിന്നീട് മേയർ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഇത് അൺഫിറ്റ് അല്ല എന്നുള്ളൊരു പ്രതികരണം കൂടി മേയറുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടാണ് ഇത് കാലപ്പഴക്കം വന്ന കെട്ടിടമാണ്, പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കൗൺസിൽ എത്തിയിരുന്നു എന്നുള്ള വിശദീകരണം എന്നുള്ളൊരു മറുപടി അത് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് മേയർ ഒ സദാശിവം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ 4 പേരുടെ മരണമാണ് TK സംഭവിച്ചിട്ടുള്ളത്. അതിൽ 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അത്തോളി സ്വദേശികളായ ബഷീർ, അഷ്റഫ്, തിരുവങ്ങൂർ സ്വദേശി വിനോദ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് രാവിലെ ഉണ്ടാവുക. ജബ്ബാറിൻ്റെ, കിനാശ്ശേരി സ്വദേശിയായ ജബ്ബാറിൻ്റെ സംസ്കാരം ഇന്നലെ രാത്രി തന്നെ നടക്കുകയും ചെയ്തു. ഏതായാലും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വിശദീകരണങ്ങൾ മേയർക്ക് നൽകാനുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 50 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടം, 20 വർഷങ്ങൾക്ക് മുൻപ് പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടം, അത് ഈ രീതിയിൽ ഒരു ഭാഗം തകർന്നു വീഴുന്നു. സാധാരണക്കാരായ 4 പേർ മരിച്ചു. ഇതിലിനി എന്താണ് കോർപ്പറേഷന് പറയാനുള്ളത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രതിഷേധത്തിന്റെ സ്വഭാവവും ഇന്ന് ഏതായാലും കൂടുതൽ രൂക്ഷമായ നിലയിലേക്ക് മാറുകയും ചെയ്യും. ടി കെ ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. 4 പേർക്ക് അതിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ന് മേയർ മാധ്യമങ്ങളെ കാണുമ്പോൾ അതിൽ കൂടുതൽ വിശദീകരണം നൽകിയേക്കും. അഭിജിത്ത് മുഴക്കുന്നാണ് സംഭവ സ്ഥലത്തു നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.